ചൊട്ടായി പോവും. അപ്പോൾ ഇത് നമ്മൾ കളയണം. ഇതിൽ വലിയ ചക്ക നോക്കിയാണ് നമ്മൾ കളയണത്. കളഞ്ഞു. ചക്ക ഉണ്ടായി കിടക്കണം കേട്ടോ, നമ്മുടെ താഴെ മുതൽ മോള് വരെ അടിയിൽ. അപ്പോൾ ഈ വിയറ്റ്നാം സൂപ്പർ എലി ചക്ക വർഷത്തിൽ 3 പ്രാവശ്യം നമുക്ക് കാഴ്ച കിട്ടും. ചക്ക ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ ഈ പ്ലാവിൽ ചെയ്യണം. അതിൽ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ചക്ക ഉണ്ടായി കിടക്കുന്ന ഭാഗം കണ്ട ഇവിടെ നല്ല വെയിലടിക്കാൻ വേണ്ടി ഇവിടുത്തെ കൊമ്പുകളൊക്കെ നമ്മൾ ആദ്യം വെട്ടിക്കൊടുത്ത്, അതുപോലെ നമ്മൾ മുകളിൽ അതിൻ്റെ തല മുകളിലേക്ക് പോകുമ്പോൾ ഒരു 8 അടി 10 അടി ആകുമ്പോൾ അതും വെട്ടിക്കൊടുത്തിട്ടുണ്ട്. കണ്ട ഇവിടെ കുപ്പി വെച്ചേക്കാണ്. നമ്മൾ നവംബർ മുതൽ ഡിസംബർ വരെ ഉണ്ടാകുന്ന ചക്കയാണ് ഏറ്റവും നല്ല ടേസ്റ്റിൽ നമുക്കിതിൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചക്ക ഇങ്ങനെ ഒരുപാട് ഉണ്ടായി കഴിഞ്ഞാൽ അത് നല്ല ഷേപ്പിലും നല്ല വലിപ്പത്തിലും കിട്ടാൻ വേണ്ടി ഒരു ഞെട്ടിൽ 2 എണ്ണം നിർത്താൻ പാടുള്ളൂ. ഇതുണ്ട ഇവിടെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു ചക്ക വരുന്നത് നമ്മൾ കളയണം. ചക്ക നമ്മൾ കളയണ്ട, വേണ്ട. ഈ ചക്ക ഉണ്ട ഇത് വലിയ ഷേപ്പിലൊന്നും വരാമുള്ളത് ചൊട്ടായി പോവും. അപ്പോൾ ഇത് നമ്മൾ കളയണം. ഇതിൽ വലിയ ചക്ക നോക്കിയാണ് നമ്മൾ കളയണത്. കളഞ്ഞു. ഇത് കുഴപ്പമില്ല, ഇത് വരണുള്ളൂ. ഭാഗം നോക്കിയേ, അതിൽ നിന്ന് 2 എണ്ണം നിർത്തണുള്ളൂ. കളഞ്ഞു. വേണ്ട 2 എണ്ണം നിർത്തിയിട്ടുള്ളൂ. വേണ്ട ഇതൊരു ഞെട്ട് നേരത്തെ കളഞ്ഞു വെച്ചേക്കാണ്. ഇവിടെ നമ്മൾ അടർത്തി കളഞ്ഞു. അത് കൈവച്ച് തന്നെ അടർത്തി കളയാൻ വേണമെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് കട്ടർ ഉപയോഗിച്ചും കളയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കളഞ്ഞാലാണ് ഈ ചക്കകൾ നമുക്ക് നല്ല ഷേപ്പിലും നല്ല വലിപ്പത്തിലും കിട്ടും. അപ്പോൾ ഈ കൂടുതൽ ചക്ക ഒരു ഞെട്ടി കിടന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഈ 4 ചക്കയും 5 ചക്കയും കിടന്നു കഴിഞ്ഞാൽ ആ എല്ലാ ചക്കയും കുരുണ്ടു പോകും. മണ്ണിൻ്റെ ഭാഗത്തേക്ക് മുട്ടാതെ നോക്കണം. മുട്ടി കിടന്നാൽ ആ ചക്കയും കേടായി പോകും. 2 ചക്കയുണ്ട്. ഇനി 3ാമത് വരുന്നതാണിത്. ഇത് നമ്മൾ കളയണ്ട. അവിടെ അതും ഇതേപോലെ കളയാം. ഇതിൽ നമുക്ക് 2 ഞെട്ടാണ്, 2 എണ്ണം നിർത്തണുള്ളൂ. നമ്മൾ ഈ ഞെട്ടിൽ 2 എണ്ണം നിർത്തണുള്ളൂ. ആ ഒരു ചക്കയായി 2 ചക്കയായി. ഈ ഞെട്ടിലും 2 ചക്ക, ഇതിൽ 2 ചക്ക. അപ്പോൾ ബാക്കിയുള്ള ചക്കകളൊക്കെ നമ്മളിങ്ങനെ കളഞ്ഞേക്കാം. അപ്പോൾ ഇതേണ്ട നമ്മളതിൽ നിന്ന് കളഞ്ഞ ചക്കകളാണ്. അപ്പോൾ കൊലയായിട്ട് ചക്ക ഉണ്ടായി കിടക്കണൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ നമ്മളതെല്ലാം നിലനിർത്തുകയാണെങ്കിൽ ആ എല്ലാ ചക്കയും ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതേപോലെ കൊലയിൽ നിന്ന് നമുക്ക് ആ ഭംഗി ഇത്തിരി കുറഞ്ഞാൽ സാരമില്ല. 1-2 ചക്കയൊക്കെ അതിൽ നിന്ന് കളഞ്ഞ് ഞെട്ടിൽ 2ഓ 3ഓ നിലനിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല അടിപൊളി ചക്കയായിട്ട് നല്ല വലുപ്പത്തിലും നല്ല ഷേപ്പിലും നിങ്ങൾക്ക് ചക്ക കിട്ടും. ഒരു പേടിയും പേടിക്കേണ്ട. അത് നമ്മൾ കളയുമ്പോൾ ഒരു സങ്കടമൊക്കെ വരും, അതിന് ഒരു കുഴപ്പമില്ല. ഇതേപോലെ ഇച്ചിരി വലുതൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഇടിയൻ ചക്കയായിട്ടും എടുക്കാം. ഇത് ഇടിയൻ ചക്ക പാകമൊന്നുമല്ല.